വെച്ചിട്ടൊരു കഥ ഉണ്ടാക്കുക, എന്നിട്ട് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുക. 6000 കോടി ബാക്കി വെച്ചിട്ട് പോയിരിക്കുക. 16-ാം തീയതി നമ്മൾ അധികാരത്തിലേക്കുമ്പോ 2000 കോടിയാണ്. ഞാൻ ഇതിനെ കുറിച്ച് എല്ലാം ഡീറ്റെയിൽ ഈ വൈറ്റ് പേപ്പറിൽ എഴുതിയിട്ടുണ്ട്. ട്രഷറി ബാലൻസിനെ കുറിച്ചും ട്രഷറി ബാലൻസിന്റെ സിസ്റ്റത്തെ കുറിച്ചും. അത് ഓരോ സമയത്ത് ചിലപ്പോ പൈസ വരും, ഓരോ സമയത്ത് പൈസ വരും. പക്ഷേ നമ്മുടെ ലയബിലിറ്റീസ് അവിടെ നിൽക്കുകയാണ്. മനസ്സിലായില്ലേ? ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരൻ 50,000 രൂപ പോക്കറ്റിൽ വെച്ചിട്ട് നമ്മളോട് പറയാണ്, കണ്ട ശമ്പളം കംപ്ലീറ്റ് എന്റെ പോക്കറ്റിലുണ്ടെന്ന്. ഭാര്യയോടെ ഒന്നും പറയാണ്, ഭാര്യയോട് എന്റെ പോക്കറ്റിലുണ്ട്, ഞാൻ ഒരു പൈസ ചിലവാക്കിയിട്ടില്ല. കൊടുക്കാനുള്ള കടക്കാരും ആകെ നിൽക്കുകയാണ്. വാതിൽ തുറന്ന പത്രക്കാരനും പാലുകാരനും പലചരക്കടക്കാരനും ഇറച്ചി മേടിച്ചവരും മീൻ മേടിച്ച കൊണ്ടുവന്ന ആ പാവപ്പെട്ട സ്ത്രീയൊക്കെ പുറത്തു നിൽക്കുകയാണ്. എന്നിട്ട് വാതിൽ അടച്ചിട്ട് അകത്ത് നിന്ന് ഭാര്യയോട് പറയാം, 50,000 രൂപ ഞാൻ അതുപോലെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയും. ഇതെല്ലാം ഞാൻ പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാകാന് എന്നോട് ഒരുപാട് പേര് ചോദിക്കുക, സാറിന് നല്ല സുഖമായല്ലോ. ഞാൻ ചിന്ത അത് ധനകാര്യ വകുപ്പില്ല, അത് ആ പഴയ മന്ത്രി 6000 കോടി ബാക്കി വെച്ചിട്ടല്ലേ പോയേക്കുന്നത്, അടിച്ചു പൊളിക്കാമല്ലോ. അപ്പൊ അവരോടാണ് എന്നോട് ചോദ്യം ചോദിച്ച അവരോടാണ് ഞാൻ ഈ ഒരു ജീവനക്കാരൻ, ശമ്പളം കിട്ടിയ ജീവനക്കാരന്റെ കഥ പറഞ്ഞത്. ഇപ്പൊ മനസ്സിലായല്ലോ.